കട്ടപ്പന ITI കുന്ന് ആശ്രമം പടി റോഡിന് ശാപമോക്ഷം. നാളുകളായി തകർന്നു കിടന്ന പാത 23 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരിക്കുന്നത്. ഇതോടെ മേഖലയിലെ 600ഓളം കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിനും പരിഹാരമാകും. 2.5 വർഷം മുമ്പാണ് കട്ടപ്പന നഗരസഭയിലെ 28ാം വാർഡിലൂടെ കടന്നുപോകുന്ന ITI കുന്ന് ആശ്രമം പടി റോഡ് 10 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ചത്. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അറ്റകുറ്റപ്പണി നടത്തിയ ഭാഗം തകർന്നു. പിന്നീട് മേഖലയിലെ ആളുകൾ വലിയ യാത്രാ ദുരിതമാണ് അനുഭവിച്ചിരുന്നത്. കട്ടപ്പനയിലെ ആദ്യകാല പാതകളിലൊന്നാണിത്. റോഡ് തകർന്നതോടെ നിരവധി പരാതികളും ഉയർന്നിരുന്നു. മഴക്കാലമാകുന്നതോടെ ഗർത്തങ്ങളിൽ ചെളിവെള്ളം കെട്ടിക്കിടന്ന കാൽനട യാത്ര പോലും ദുസ്സഹമായിരുന്നു. തുടർന്നാണ് പാത നവീകരിക്കാൻ 23 ലക്ഷം രൂപ അനുവദിച്ചത്. എന്നാൽ അത് ഒരു 3 മാസം കഴിയുമ്പോൾ പൊളിഞ്ഞു പോയി. അതുകൊണ്ട് നമ്മളത് ഇനിയും ചെയ്യുന്ന ഭാഗങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം MLA ഫണ്ട് ഉൾപ്പെടെ 5 ലക്ഷം രൂപ ബഹുമാനായ റോസി ഹസൻ MLAയുടെ ഫണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശുചിത്വ മിഷൻ്റെ ഒരു 4 ലക്ഷം രൂപ, ഇങ്ങനെ മൊത്തം 23 ലക്ഷം രൂപ മുടക്കി ഈ റോഡ് ചെയ്യുന്നത്രയും ഭാഗങ്ങൾ കോൺക്രീറ്റ്, ഐറിഷ് ഓട, ബാക്കി ടാറിങ് ഉൾപ്പെടെ ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പണിയാണ് നിർമ്മാണം നമ്മൾ വരുന്നത്. ഇത് ഒരു കാരണവശാലും ഇലക്ഷൻ കണ്ട് നടത്തുന്ന ഒരു പരിപാടിയല്ല. ഇത് 1.5 വർഷം മുമ്പ് നമ്മൾ ഇതിൻ്റെ പുറകെ നിൽക്കുകയും 6 മാസം മുമ്പ് ടെൻഡർ ആകുകയും ചെയ്തതാണ്. ടെൻഡർ എടുത്ത ആളുകൾക്ക് എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പണി പെൻഡിങ് ആയതാണ്. കഴിഞ്ഞ ദിവസം നമ്മളിവിടുത്തെ റെസിഡൻസ് അസോസിയേഷനെ പോലും വിളിച്ചിട്ട് ഇവർക്ക് ഒരു പരാതി കൊടുക്കുന്നതിന് ആലോചിക്കുകയും എന്നാൽ അവർ വീണ്ടും വരികയും നമ്മുടെ വഴി പണി തുടങ്ങുകയും ചെയ്തത്. അപ്പോൾ അത്തരം രീതിയിൽ നടക്കുമ്പം ചില ആളുകൾ പറയുന്നത് ഇലക്ഷൻ കണ്ടോണ്ടാണ്. ഇലക്ഷൻ കണ്ടുകൊണ്ടേ ഞാൻ ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി ITI കുന്ന് ജീവിക്കാൻ വന്ന ആളല്ല. ഞാൻ ITI കുന്ന് ജനിച്ചു വളർന്നയാളാണ്. ഇതാരുടെയും കണ്ണിപ്പൊടിക്കാൻ വേണ്ടിയല്ല. നമ്മൾ ഒരു പണി വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് 23 ലക്ഷം രൂപ ഒന്നിച്ച് സമാഹരിച്ച് ഈ വർക്ക് ചെയ്യുന്നത്. റോഡ് പൂർണ്ണമായി തകർന്ന ഭാഗങ്ങളിൽ ടാറിംഗ് നടത്തുകയും ബാക്കിയുള്ള ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികളുമാണ് നടത്തുന്നത്. 3 ഇടങ്ങളിലായി 27 മീറ്റർ, 10 മീറ്റർ, 50 മീറ്റർ എന്നീ കണക്കുകളിൽ കോൺക്രീറ്റ് പണികളും ആരംഭിച്ചു. ഉടൻ തന്നെ ടാറിംഗ് നടപടികൾ കൂടി പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മേഖലയിലെ 600ഓളം കുടുംബങ്ങൾ നേരിട്ടിരുന്ന യാത്രാ ദുരിതത്തിനും പരിഹാരമാകും. അതേസമയം റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്താൻ ചിലർ അനാവശ്യ പരാതികളുമായി രംഗത്ത് വരുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു.